നമസ്കാരം. ജജീഷ് തോമസ് ആണ് ഇവിടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തിയേറിയ സ്ഫോടനങ്ങളിൽ ഒന്നായ സൂപ്പർനോവ എക്സ്പ്ലോഷൻ എന്താണെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നക്ഷത്രങ്ങളുടെ ജനനം മുതൽ മരണം വരെ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കിയിരുന്നു. റെഡ് ജയന്റ്, വൈറ്റ് ഡ്വാർഫ്, ബ്ലാക്ക് ഡ്വാർഫ് എന്നിവ എന്താണെന്നും നോക്കിയിരുന്നു. ആ വീഡിയോകൾ കണ്ടാൽ സൂപ്പർനോവ എക്സ്പ്ലോഷനെ കുറിച്ച് നല്ലൊരു അടിത്തറ ലഭിക്കും. ലിങ്കുകൾ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ സൂര്യനേക്കാൾ വളരെയേറെ മാസ്സുള്ള നക്ഷത്രങ്ങളുടെ ജീവിതാവസാനത്തിൽ നടക്കുന്ന ഏറ്റവും ഭയാനകവും ശക്തിയേറിയതുമായ പൊട്ടിത്തെറിയാണ് സൂപ്പർനോവ എക്സ്പ്ലോഷൻ. സൂപ്പർനോവ എക്സ്പ്ലോഷനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ആദ്യം മാസ്, ഗ്രാവിറ്റി എന്നീ വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം. മാസ് എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥത്തിന്റെ അളവിനെയാണ്. മാസ് ഉള്ള എല്ലാ വസ്തുക്കൾക്കിടയിലും പ്രവർത്തിക്കുന്ന അടിസ്ഥാന ആകർഷണ ബലമാണ് ഗ്രാവിറ്റി. സ്പേസ് ടൈം കർവച്ചറാണ് ഗ്രാവിറ്റിയുടെ കാരണം. മാസ് കാരണമാണ് സ്പേസ് ടൈം കർവച്ചർ ഉണ്ടാകുന്നത്. അതായത് മാസ് കാരണമാണ് ഗ്രാവിറ്റി ഉണ്ടാകുന്നത്. സൂര്യനേക്കാൾ ഏറ്റവും കുറഞ്ഞത് 8 മടങ്ങിന് മുകളിൽ മാസ് ഉള്ള ഭീമാകാരങ്ങളായ നക്ഷത്രങ്ങളുടെ ജീവിതാവസാനത്തിലാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും ഭയാനകവും പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തിയേറിയതുമായ പൊട്ടിത്തെറികളിൽ ഒന്നായ സൂപ്പർനോവ എക്സ്പ്ലോഷൻ നടക്കുന്നത്. സൂപ്പർനോവ എക്സ്പ്ലോഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 2 എക്സ്ട്രീം ലെവലുകളിൽ നിന്ന് ചിന്തിക്കേണ്ടി വരും. ഒന്ന് ആസ്ട്രോണമി ലെവലിൽ, അതായത് ഭീമാകാരങ്ങളായ നക്ഷത്രങ്ങളുടെ വലുപ്പത്തിന്റെ ലെവലിൽ. 2 ക്വാണ്ടം ലെവലിൽ, അതായത് പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ കണികകളായ ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ലെവലിൽ. അടുത്തതായി അറിഞ്ഞിരിക്കേണ്ട വേറൊരു വാക്കാണ് സ്റ്റെല്ലാർ കോർ. നക്ഷത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം കോർ എന്ന് പറയുന്നത് നക്ഷത്രഗോളങ്ങളുടെ കേന്ദ്രഭാഗമാണ്. ഒരു നക്ഷത്രഗോളത്തിന്റെ കേന്ദ്രഭാഗത്തുള്ള ഏറ്റവും ചൂടേറിയതും ഏറ്റവും ഡെൻസിറ്റി കൂടിയതുമായ ഭാഗമാണ് കോർ. ഇവിടെയാണ് പ്രധാനമായും തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ നടന്ന് ഊർജ്ജ ഉൽപ്പാദനം നടക്കുന്നത്. തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത് വളരെയധികം ഉയർന്ന ടെമ്പറേച്ചറിലും വളരെയധികം ഉയർന്ന പ്രഷറിലും ഭാരം കുറഞ്ഞ എലിമെന്റ്സുകളുടെ ആറ്റങ്ങളുടെ ഉള്ളിലെ ന്യൂക്ലിയസുകൾ കൂടിച്ചേർന്ന് ഭാരം കൂടിയ എലിമെന്റ്സുകളുടെ ന്യൂക്ലിയസ് ഉണ്ടാകുന്ന പ്രക്രിയയാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ എലിമെന്റ് ഹൈഡ്രജനാണ്. അതുകൊണ്ട് തന്നെ നക്ഷത്രങ്ങളുടെ കോറിനുള്ളിൽ ഹൈഡ്രജനിൽ നിന്നാണ് തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ തുടങ്ങുന്നത്. നക്ഷത്രങ്ങളിൽ തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്ന എലിമെന്റ്സിന്റെ പൊതുവായുള്ള ക്രമം ഇതാണ്. ആദ്യം ഹൈഡ്രജൻ ഫ്യൂഷൻ തുടങ്ങുന്നു. ഹൈഡ്രജൻ തീരുമ്പോൾ ഹൈഡ്രജനേക്കാൾ ഭാരം കൂടിയ അടുത്ത എലമെന്റായ ഹീലിയത്തിന്റെ ഫ്യൂഷൻ തുടങ്ങുന്നു. പിന്നെ കാർബൺ, പിന്നെ നിയോൺ, പിന്നെ ഓക്സിജൻ, പിന്നെ സിലിക്കോൺ. തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുമ്പോൾ കൂടെ അപാരമായ ഊർജവും ഉണ്ടാകും. 2 ബലങ്ങളുടെ വടംവലിയാണ് നക്ഷത്രങ്ങളുടെ ഉള്ളിൽ നടക്കുന്നത്. ഒരു ബലം ഇപ്പോൾ പറഞ്ഞ തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ കാരണം ഉണ്ടാകുന്ന തെർമൽ റേഡിയേഷൻ പ്രഷർ. രണ്ടാമത്തെ ബലം ഗ്രാവിറ്റി. ഗ്രാവിറ്റിയുടെ ബലം ഒരു നക്ഷത്രത്തെ വെളിയിൽ നിന്ന് ഉള്ളിലേക്ക് ഞെരിച്ചമർത്തി തകർക്കാനാണ് നോക്കുന്നത്. ഗ്രാവിറ്റിയെ എതിർത്ത് നക്ഷത്രങ്ങളുടെ ഉള്ളിൽ നിന്നും വെളിയിലേക്ക് പ്രവഹിക്കുന്ന ബലമാണ് തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ കാരണം ലഭിക്കുന്ന തെർമൽ റേഡിയേഷൻ പ്രഷർ. ഈ 2 ബലങ്ങളുടെ സന്തുലിതാവസ്ഥയിലാണ് നക്ഷത്രങ്ങൾ സ്ഥിരതയുള്ള ഒരു ഗോളമായി നിലനിൽക്കുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് നിലച്ചാൽ ആ നക്ഷത്രം അപ്പോൾ തകർന്നു പോകും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗ്രാവിറ്റി ഒരിക്കലും നിൽക്കില്ല. അത് പ്രപഞ്ചത്തിന്റെ ഒരു അടിസ്ഥാന സ്വഭാവമാണ്. പക്ഷേ ഒരു നക്ഷത്രത്തിന്റെ ഉള്ളിലെ തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ എപ്പോൾ വേണമെങ്കിലും നിന്നേക്കാം. കാരണം തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കണമെങ്കിൽ ഇന്ധനം വേണം. നക്ഷത്രങ്ങളുടെ ഉള്ളിൽ നമ്മൾ ഈ പറഞ്ഞ ഇന്ധനം വളരെയധികം ഉണ്ടെങ്കിലും വിദൂര ഭാവിയിൽ എപ്പോഴെങ്കിലും തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ കാരണം ഇന്ധനം എരിഞ്ഞ് തെർമോന്യൂക്ലിയർ ഫ്യൂഷന് വേണ്ടിയുള്ള ഇന്ധനമായി ഉപയോഗിക്കാൻ സാധിക്കാത്ത ഇരുമ്പായി മാറും. നക്ഷത്രങ്ങളുടെ ഉള്ളിലെ ഇന്ധനം എരിഞ്ഞു തീർന്ന് തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കാനാവാതെ ജീവിതം അവസാനിക്കുമ്പോഴാണ് സൂപ്പർനോവ എക്സ്പ്ലോഷൻ നടക്കുന്നത്. ഇന്ധനം തീർന്ന് നക്ഷത്രങ്ങളുടെ ജീവിതം അവസാനിക്കുമ്പോൾ പ്രധാനമായും 3 രീതിയിലേക്കാണ് നക്ഷത്രങ്ങൾ മാറുക. 1 റെഡ് ജയന്റ്, 2 ന്യൂട്രോൺ സ്റ്റാർ, 3 ബ്ലാക്ക് ഹോൾ. ഒരു നക്ഷത്രം അതിന്റെ ജീവിതം അവസാനിക്കുമ്പോൾ ഇതിൽ എന്തായി മാറും എന്ന് തീരുമാനിക്കുന്നത് ആ നക്ഷത്രത്തിന്റെ മാസിനെ അനുസരിച്ചാണ്. നമുക്ക് ഈ 3 കേസുകളും ഒന്നൊന്നായി നോക്കാം. 1, നമ്മുടെ നക്ഷത്രമായ സൂര്യന്റെ മാസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 0.3 മുതൽ 8 മടങ്ങ് വരെ സോളാർ മാസ് ഉള്ള നക്ഷത്രങ്ങൾ ജീവിതം അവസാനിക്കാറാകുമ്പോൾ തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കാൻ ആവശ്യമായ ഇന്ധനം തീർന്ന് കോർ ഒരു വൈറ്റ് ഡ്വാർഫായി മാറും. നക്ഷത്രത്തിന്റെ പുറംപാളികൾ ഒരു റെഡ് ജയന്റായും മാറും. പിന്നെയും കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞ് വൈറ്റ് ഡ്വാർഫ് ഒരു ബ്ലാക്ക് ഡ്വാർഫായി മാറും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സൂര്യനെ പോലെ മാസ് കുറഞ്ഞ നക്ഷത്രങ്ങളുടെ ജീവിതാവസാനത്തിൽ സൂപ്പർനോവ എക്സ്പ്ലോഷൻ നടക്കുന്നില്ല.
2. സൂര്യനേക്കാൾ ഏകദേശം 8 മടങ്ങ് മുതൽ 20 മടങ്ങിന് മുകളിൽ വരെ മാസ്സുള്ള നക്ഷത്രങ്ങൾ തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ നിലയ്ക്കുമ്പോൾ സൂപ്പർനോവ എക്സ്പ്ലോഷനിലൂടെ ന്യൂട്രോൺ സ്റ്റാറുകളായി മാറുന്നു. 3. സൂര്യനേക്കാൾ ഏകദേശം 20 മടങ്ങിൽ കൂടുതൽ മാസ്സുള്ള നക്ഷത്രങ്ങൾ തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ നിലയ്ക്കുമ്പോൾ സൂപ്പർനോവ എക്സ്പ്ലോഷനിലൂടെ ബ്ലാക്ക് ഹോളുകളായി മാറുന്നു. ഇതിൽ ഒന്നാമത്തെ കേസിനെക്കുറിച്ച് നമ്മൾ വേറൊരു വീഡിയോയിൽ സംസാരിച്ചിരുന്നു. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് സൂപ്പർനോവ എക്സ്പ്ലോഷൻ നടക്കുന്ന നക്ഷത്രങ്ങളുടെ ജീവിതത്തെക്കുറിച്ചാണ്. മുൻപ് പറഞ്ഞ 2ഉം 3ഉം കേസുകൾ. നമ്മൾ മുൻപ് പറഞ്ഞത് ഓർമ്മയുണ്ടെങ്കിൽ നക്ഷത്രങ്ങളിൽ പ്രപഞ്ചത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ എലിമെൻ്റായ ഹൈഡ്രജനിൽ നിന്നാണ് തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ തുടങ്ങുന്നത്. വളരെയധികം ഉയർന്ന ടെമ്പറേച്ചറിലും പ്രഷറിലുമാണ് നക്ഷത്രങ്ങളുടെ കോറിൽ ഹൈഡ്രജന്റെ തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നത്. ഹൈഡ്രജൻ ഫ്യൂഷൻ നടക്കണമെങ്കിൽ കോറിൽ 10 മുതൽ 15 മില്യൺ കെൽവിൻ വരെ ടെമ്പറേച്ചർ വേണ്ടിവരും. അതായത് 1 കോടി മുതൽ 1.5 കോടി വരെ കെൽവിൻ ടെമ്പറേച്ചർ. ഹൈഡ്രജൻ ഫ്യൂഷൻ നടന്നുകൊണ്ട് ഊർജം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളെയാണ് മെയിൻ സീക്വൻസ് സ്റ്റാർ എന്ന് വിളിക്കുന്നത്. നക്ഷത്രങ്ങളുടെ ഉള്ളിൽ തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ തുടങ്ങാൻ ആവശ്യമുള്ള ഇത്രയധികം ഉയർന്ന ടെമ്പറേച്ചറും പ്രഷറും ഉണ്ടാക്കുന്നത് ഗ്രാവിറ്റിയുടെ ഞെരിച്ചമർത്തുന്ന ബലമാണ്. സൂര്യനേക്കാൾ 20 മടങ്ങ് വരെ മാസ്സുള്ള നക്ഷത്രങ്ങളിൽ തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ നടന്ന് ഹൈഡ്രജൻ മുഴുവൻ ഹീലിയമായി മാറാൻ ഏകദേശം 60 ലക്ഷം മുതൽ 1 കോടി വരെ വർഷങ്ങൾ എടുത്തേക്കാം. കാലം കടന്നു പോകുമ്പോൾ നക്ഷത്രത്തിന്റെ കോറിനുള്ളിലെ ഹൈഡ്രജൻ എല്ലാം ഫ്യൂസായി ഹീലിയമായി മാറുന്നു. ഹൈഡ്രജൻ എല്ലാം ഫ്യൂസായി ഹീലിയമായി മാറിക്കഴിയുമ്പോൾ നക്ഷത്രങ്ങളുടെ കോറിലെ തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ നിലയ്ക്കുന്നു. ഞൊടിയിടയിൽ ഗ്രാവിറ്റി കോറിൽ വീണ്ടും പിടിമുറുക്കുന്നു. കോറിനെ ഗ്രാവിറ്റി വീണ്ടും അതിശക്തമായി ഞെരിച്ചമർത്താൻ തുടങ്ങുന്നു. കോറിനെ ഗ്രാവിറ്റി ഞെരിച്ചമർത്തുമ്പോൾ കോറിലെ ടെമ്പറേച്ചറും പ്രഷറും വീണ്ടും കൂടുന്നു. ടെമ്പറേച്ചറും പ്രഷറും കൂടിക്കൂടി കോറിന്റെ ടെമ്പറേച്ചർ ഏകദേശം 100 മില്യൺ കെൽവിൻ ആകുന്നു. അതായത് 10 കോടി കെൽവിൻ. അതാണ് ഹീലിയം ഫ്യൂഷൻ നടക്കാൻ ആവശ്യമുള്ള ടെമ്പറേച്ചർ. അങ്ങനെ കോറിലെ തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ വീണ്ടും തുടങ്ങുന്നു. ഇപ്പോൾ ഹീലിയം ഫ്യൂഷനാണ് നടക്കുന്നത്. കാലം പിന്നെയും കടന്നു പോകുന്നു. ഏകദേശം 10 ലക്ഷം മുതൽ 20 ലക്ഷം വരെ വർഷങ്ങൾ ഹീലിയം ഫ്യൂഷൻ നടക്കുമ്പോൾ ഹീലിയം എല്ലാം ഫ്യൂസായി കാർബണും ഓക്സിജനുമായി മാറുന്നു. ഹീലിയം തീരുമ്പോൾ തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ വീണ്ടും നിലയ്ക്കുന്നു. ഗ്രാവിറ്റിയുടെ ഞെരിച്ചമർത്തുന്ന ബലത്തെ തടഞ്ഞ് നക്ഷത്രങ്ങളുടെ ഉള്ളിൽ നിന്നും വെളിയിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരുന്ന തെർമൽ റേഡിയേഷൻ പ്രഷർ വീണ്ടും നിലയ്ക്കുന്നു. തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ നിലയ്ക്കുമ്പോൾ ഗ്രാവിറ്റി പിന്നെയും അതികഠിനമായി കോറിനെ ഞെരിച്ചമർത്താൻ തുടങ്ങുന്നു. കോറിനെ ഗ്രാവിറ്റി വീണ്ടും ഞെരിച്ചമർത്തുമ്പോൾ ടെമ്പറേച്ചറും പ്രഷറും വീണ്ടും കൂടുന്നു. ടെമ്പറേച്ചറും പ്രഷറും കൂടിക്കൂടി കോറിന്റെ ടെമ്പറേച്ചർ ഏകദേശം 500 മില്യൺ കെൽവിൻ മുതൽ 1 ബില്യൺ കെൽവിൻ വരെ ആയി മാറുന്നു. അതായത് ഏകദേശം 50 കോടി കെൽവിൻ മുതൽ 100 കോടി കെൽവിൻ വരെ. ഇതാണ് കാർബൺ ഫ്യൂഷൻ നടക്കാൻ ആവശ്യമുള്ള ടെമ്പറേച്ചർ. കോറിൽ കാർബൺ ഫ്യൂഷൻ തുടങ്ങുന്നു. കാർബൺ ഫ്യൂസായി ഓക്സിജൻ, നിയോൺ, സോഡിയം, മഗ്നീഷ്യം മുതലായ എലിമെന്റ്സ് ഉണ്ടാകുന്നു. കാർബൺ ഫ്യൂഷൻ തുടങ്ങി ഏകദേശം 1000 വർഷങ്ങൾ കൊണ്ട് കോറിലെ കാർബൺ തീരുന്നു. കാർബൺ ഫ്യൂഷൻ കഴിയുന്നു. കോറിലെ തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ വീണ്ടും നിലയ്ക്കുന്നു. ഞൊടിയിടയിൽ ഗ്രാവിറ്റി അതികഠിനമായി കോറിനെ വീണ്ടും ഞെരിച്ചമർത്താൻ തുടങ്ങുന്നു. വീണ്ടും കോറിനുള്ളിലെ ടെമ്പറേച്ചറും പ്രഷറും കൂടുന്നു. കോറിന്റെ ടെമ്പറേച്ചർ ഏകദേശം 1.2 ബില്യൺ കെൽവിനായി മാറുന്നു. അതായത് 120 കോടി കെൽവിൻ. ഇതാണ് നിയോൺ ഫ്യൂഷൻ നടക്കാൻ ആവശ്യമുള്ള ടെമ്പറേച്ചർ. കോറിൽ നിയോൺ ഫ്യൂഷൻ തുടങ്ങുന്നു. നിയോൺ ഫ്യൂസായി ഓക്സിജൻ, മഗ്നീഷ്യം എന്നീ എലിമെന്റ്സ് ഉണ്ടാകാൻ തുടങ്ങുന്നു. ഏകദേശം 1 വർഷം കൊണ്ട് നിയോൺ ഫ്യൂസായി തീരുന്നു. കോറിലെ തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ നിലയ്ക്കുന്നു. വീണ്ടും ഞൊടിയിടയിൽ ഗ്രാവിറ്റി അതികഠിനമായി കോറിനെ ഞെരിച്ചമർത്താൻ തുടങ്ങുന്നു. വീണ്ടും കോറിനുള്ളിലെ ടെമ്പറേച്ചറും പ്രഷറും കൂടുന്നു. കോറിന്റെ ടെമ്പറേച്ചർ ഏകദേശം 1.5 ബില്യൺ കെൽവിനായി മാറുന്നു. അതായത് 150 കോടി കെൽവിൻ. ഇതാണ് ഓക്സിജൻ ഫ്യൂഷൻ നടക്കാൻ ആവശ്യമുള്ള ടെമ്പറേച്ചർ. കോറിൽ ഓക്സിജൻ ഫ്യൂഷൻ തുടങ്ങുന്നു. ഓക്സിജൻ ഫ്യൂസായി സിലിക്കൺ, സൾഫർ എന്നീ എലിമെന്റ്സ് ഉണ്ടാകാൻ തുടങ്ങുന്നു. ഏകദേശം 6 മാസം കൊണ്ട് ഓക്സിജൻ കത്തിത്തീരുന്നു. കോറിലെ തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ വീണ്ടും നിലയ്ക്കുന്നു. ഞൊടിയിടയിൽ ഗ്രാവിറ്റി അതികഠിനമായി കോറിനെ വീണ്ടും ഞെരിച്ചമർത്താൻ തുടങ്ങുന്നു. വീണ്ടും കോറിനുള്ളിലെ ടെമ്പറേച്ചറും പ്രഷറും കൂടുന്നു. അങ്ങനെ കോറിന്റെ ടെമ്പറേച്ചർ ഏകദേശം 3 ബില്യൺ കെൽവിനായി മാറുന്നു. അതായത് 300 കോടി കെൽവിൻ. ഇതാണ് സിലിക്കൺ ഫ്യൂഷൻ നടക്കാൻ ആവശ്യമുള്ള ടെമ്പറേച്ചർ. കോറിൽ സിലിക്കൺ ഫ്യൂഷൻ തുടങ്ങുന്നു. സിലിക്കൺ ഫ്യൂസായി അയൺ, ഇരുമ്പ് ഉണ്ടാകാൻ തുടങ്ങുന്നു. ഏകദേശം 1 ദിവസം കൊണ്ട് സിലിക്കൺ ഫ്യൂസായി തീരുന്നു. കോറിലെ തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ നിലയ്ക്കുന്നു. ഞൊടിയിടയിൽ ഗ്രാവിറ്റി വീണ്ടും അതികഠിനമായി കോറിനെ ഞെരിച്ചമർത്താൻ തുടങ്ങുന്നു. വീണ്ടും കോറിനുള്ളിലെ ടെമ്പറേച്ചറും പ്രഷറും കൂടുന്നു. ഇപ്പോൾ കോറിലുള്ളത് ഇരുമ്പാണ്. ഇനി ഇപ്പോൾ കോറിൽ ഫ്യൂസ് ആകേണ്ട എലിമെന്റ് ഇരുമ്പാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. താങ്കൾ ഇതുവരെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ
താങ്കൾ ഈ പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അറിയാൻ താല്പര്യമുള്ള വ്യക്തിയാണ്. വളരെയധികം സമയം ചെലവിട്ടാണ് ഞാൻ ഓരോ വീഡിയോയും ചെയ്യുന്നത്. താങ്കളുടെ ഓരോ ഇൻട്രാക്ഷനും വളരെ വിലപ്പെട്ടതാണ്. അത് പ്രപഞ്ചത്തെക്കുറിച്ച് കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ എനിക്ക് പ്രചോദനമാണ്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾ ലഭിക്കാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇരുമ്പിനെ ന്യൂക്ലിയർ ആഷ് എന്നാണ് അറിയപ്പെടുന്നത്, അതായത് ന്യൂക്ലിയർ ചാരം. നമ്മൾ ഇന്ധനമായി വിറക് കത്തിക്കുമ്പോഴാണ് ചാരം ഉണ്ടാകുന്നത്. വിറക് കത്തുമ്പോൾ ഊർജ്ജം ഉണ്ടാകുകയും ചെയ്യുന്നു. പക്ഷേ വിറക് കത്തി ഉണ്ടാകുന്ന ചാരത്തിനെ കത്തിച്ച് വീണ്ടും ഊർജ്ജം ഉണ്ടാക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ഇരുമ്പും. ഇരുമ്പിനെ ഫ്യൂസ് ചെയ്ത് ഊർജ്ജം ഉണ്ടാക്കാൻ സാധിക്കില്ല. അതോടെ നക്ഷത്രങ്ങളുടെ ഉള്ളിലെ തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ എന്നേക്കുമായി നിലയ്ക്കുന്നു. ഇപ്പോൾ നക്ഷത്രങ്ങളെ സ്റ്റേബിളായി നിലനിർത്തിപ്പോരുന്ന രണ്ട് ബലങ്ങളിൽ ഒന്ന് നിലയ്ക്കുകയാണ്. അതായത് നക്ഷത്രങ്ങളുടെ ഉള്ളിൽ നിന്നും വെളിയിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരുന്ന തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ കാരണമുണ്ടാകുന്ന തെർമൽ റേഡിയേഷൻ പ്രഷർ നിലയ്ക്കുകയാണ്. പക്ഷേ ഗ്രാവിറ്റി അപ്പോഴും ഇപ്പോഴും എപ്പോഴും പ്രപഞ്ചം മുഴുവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കോറിനെ വെളിയിൽ നിന്നും ഉള്ളിലേക്ക് ഞെരിച്ചമർത്തി തകർക്കാൻ ശ്രമിക്കുന്ന ഗ്രാവിറ്റിയുടെ ബലത്തെ ചെറുക്കാൻ വേറൊരു ബലവുമില്ല. ഗ്രാവിറ്റി ഏറ്റവും ശക്തിയോടെ കോറിനെ വീണ്ടും ഞെരിച്ചമർത്തുന്നു. ഒരു സെക്കൻഡിനുള്ളിൽ ആ ഭീമാകാരമായ നക്ഷത്രത്തിൻ്റെ മാസ് മുഴുവൻ കോറിൻ്റെ കേന്ദ്രത്തിലേക്ക് പതിക്കുന്നു. ആ നക്ഷത്രത്തിൻ്റെ മാസ് മുഴുവൻ ആ നക്ഷത്രത്തിൻ്റെ കോറിൻ്റെ കേന്ദ്രത്തിലേക്ക് പതിക്കുന്ന വേഗം എത്രയാണെന്നറിയാമോ? ഒരു സെക്കൻഡിൽ 70,000 കിലോമീറ്റർ. ഒന്നുകൂടി ശ്രദ്ധിച്ചു കേൾക്കൂ. ഒരു സെക്കൻഡിൽ 70,000 കിലോമീറ്റർ, അതായത് പ്രകാശവേഗത്തിൻ്റെ 23%. കോർ കൊളാപ്സ് എന്ന വാക്കാണ് ഫിസിക്സ് ഈ അവസ്ഥയെ വിവരിക്കാൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ സൂര്യനെ പോലെ മാസ് കുറവായ നക്ഷത്രങ്ങളിൽ ഫ്യൂഷൻ നിലയ്ക്കുമ്പോൾ ഇലക്ട്രോൺ ഡീജനറസി പ്രഷർ എന്ന പ്രതിഭാസം കൂടുതൽ കോർ കൊളാപ്സ് നടക്കാതെ തടയുന്നു. അതുകൊണ്ട് മാസ് കുറവുള്ള നക്ഷത്രങ്ങളിൽ തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ നിലയ്ക്കുമ്പോൾ സൂപ്പർനോവ എക്സ്പ്ലോഷൻ നടക്കുന്നില്ല. ഇലക്ട്രോൺ ഡീജനറസി പ്രഷർ എന്താണെന്ന് വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ന്യൂട്രോൺ സ്റ്റാറിൻ്റെ കേസ് നോക്കാം, അതായത് രണ്ടാമത്തെ കേസ്. കോർ കൊളാപ്സ് നടക്കുമ്പോൾ നക്ഷത്രത്തിൻ്റെ കോറിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ നമുക്ക് കോറിലെ ആറ്റങ്ങളുടെ ലെവലിൽ പോയി നോക്കാം. നമ്മൾ സ്കൂളിൽ പഠിച്ച ഫിസിക്സ് ഓർമ്മയുണ്ടെങ്കിൽ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ആറ്റം എന്ന കണിക കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ആറ്റത്തിനുള്ളിൽ കേന്ദ്രത്തിലായി ന്യൂക്ലിയസ് ആണുള്ളത്. ന്യൂക്ലിയസിനുള്ളിൽ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകൾ, ചാർജ് ഒന്നുമില്ലാത്ത ന്യൂട്രോണുകൾ എന്നീ കണികകളാണ് ഉള്ളത്. പിന്നെയുള്ളത് ന്യൂക്ലിയസിന് വെളിയിലായി ന്യൂക്ലിയസിനെ കേന്ദ്രീകരിച്ച് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളും. കോർ കൊളാപ്സ് നടക്കുന്ന സമയത്ത് ഗ്രാവിറ്റി അറ്റോമിക് ന്യൂക്ലിയസിന് പുറത്തുള്ള ഇലക്ട്രോൺ ക്ലൗഡുകളെ അറ്റോമിക് ന്യൂക്ലിയസിനോട് അടുപ്പിച്ച് ചേർത്ത് ഞെരിച്ചമർത്താൻ തുടങ്ങുന്നു. ഗ്രാവിറ്റി നക്ഷത്രത്തിൻ്റെ കോറിനെ ഉള്ളിലേക്ക് ഞെരിച്ചമർത്തി തകർക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം നോർമലായ അവസ്ഥയിൽ ഉണ്ടായിരുന്ന കോറിലെ ആറ്റങ്ങൾ കൂടുതൽ അടുത്തു വരുന്നു. ഇപ്പോഴാണ് ഇലക്ട്രോൺ ക്യാപ്ചർ എന്ന പ്രതിഭാസം നടക്കുന്നത്. ഗ്രാവിറ്റി ന്യൂക്ലിയസിന് വെളിയിൽ ഉണ്ടായിരുന്ന ഇലക്ട്രോണുകളെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുമായി കൂടുതൽ ഞെരിച്ച് അടുപ്പിക്കുമ്പോൾ ഇലക്ട്രോണുകൾ പ്രോട്ടോണുകളുമായി കൂടിച്ചേർന്ന് ന്യൂട്രോണുകൾ ഉണ്ടാകുന്നു. കൂടെ ന്യൂട്രിനോ എന്ന കണികയും ഉണ്ടാകുന്നു. വളരെ ലളിതമായി പറഞ്ഞാൽ ഗ്രാവിറ്റി ഇലക്ട്രോണുകളെ പ്രോട്ടോണുകളുമായി ഞെരുക്കി ചേർത്ത് ന്യൂട്രോണുകളാക്കി മാറ്റുന്നു. അങ്ങനെ നക്ഷത്രത്തിൻ്റെ കോറിലെ പ്രോട്ടോണുകളിൽ ഭൂരിഭാഗവും ന്യൂട്രോണുകളായി മാറുന്നു. ഇപ്പോൾ ആ നക്ഷത്രത്തിൻ്റെ കോറിൻ്റെ ഉള്ളിൽ 90% മുതൽ 95% വരെ ന്യൂട്രോണുകളാണ്. 5% മുതൽ 10% വരെ പ്രോട്ടോണുകളും. ഗ്രാവിറ്റി ഞെരിച്ചമർത്തി ഇതെല്ലാം വളരെ ഞെരിഞ്ഞമർന്ന് ഡെൻസിറ്റി വളരെയധികം കൂടിയ അവസ്ഥയിലാണ് ഉണ്ടാകുക. ഈ അവസ്ഥ കൂടുതൽ കോർ കൊളാപ്സിനെ തടയുന്നു. ഈ അവസ്ഥയെ ന്യൂട്രോൺ ഡീജനറസി പ്രഷർ എന്ന് വിളിക്കുന്നു. കോറിലെ ന്യൂട്രോണുകളെ ഇതിൽ കൂടുതൽ ഞെരിച്ചമർത്താനാകാതെ കോർ കൊളാപ്സ് ഇപ്പോൾ നിൽക്കുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ട്. കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഈ നിമിഷത്തിൽ ആ നക്ഷത്രത്തിൻ്റെ കോറിന് വെളിയിലുള്ള മുഴുവൻ മാസും പ്രകാശവേഗത്തിൻ്റെ 23% വേഗത്തിൽ കോറിൻ്റെ ഉള്ളിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, കോറിലെ പ്രോട്ടോൺ ഇലക്ട്രോൺ കൂടിച്ചേരലിലൂടെ ഭീമമായ അളവിൽ ന്യൂട്രിനോകളും ഉണ്ടാകുന്നു. പ്രകാശവേഗത്തിൻ്റെ 23% വേഗത്തിൽ കോറിൻ്റെ ഉള്ളിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന നക്ഷത്രത്തിൻ്റെ മുഴുവൻ മാസിനെയും വളരെ പെട്ടെന്ന് ന്യൂട്രോൺ ഡീജനറസി പ്രഷർ തടയുന്നു. കൂടെ പ്രോട്ടോൺ ഇലക്ട്രോൺ കൂടിച്ചേരലിലൂടെ ഭീമമായ അളവിലുണ്ടായ ന്യൂട്രിനോകൾ വളരെ ഉയർന്ന ടെമ്പറേച്ചറിൽ നക്ഷത്രത്തിൻ്റെ കോറിൽ നിന്ന് വെളിയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. വേറെ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും പ്രധാനമായും വളരെ പെട്ടെന്ന് ഉണ്ടായ ഈ തടഞ്ഞു നിർത്തൽ കാരണവും കോറിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂട്രിനോകൾ കാരണവും ഇപ്പോൾ കോറിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന എല്ലാ വസ്തുക്കളും വെളിയിലേക്ക് പെട്ടെന്ന് തിരിച്ച് പൊട്ടിത്തെറിച്ചു പോകുന്നു. ഇതാണ് നക്ഷത്രങ്ങളുടെ ജീവിതാവസാനത്തിലെ സൂപ്പർനോവ എക്സ്പ്ലോഷൻ. ഇതിന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കോൺക്രീറ്റ് മതിലിൽ ഒരു റബ്ബർ പന്ത് എറിഞ്ഞാൽ തിരിച്ച് തെറിക്കുന്നത് പോലെ. ബാക്കിയാകുന്ന നക്ഷത്രത്തിൻ്റെ കോർ അധിക ഭാഗവും ന്യൂട്രോണുകളുള്ള വളരെയധികം ഡെൻസിറ്റിയും ടെമ്പറേച്ചറുമുള്ള ഒരു ന്യൂട്രോൺ സ്റ്റാറായി മാറുന്നു. ഇനി നമുക്ക് ബ്ലാക്ക് ഹോളുകൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നോക്കാം.
അതായത് മൂന്നാമത്തെ കേസ്. സൂര്യനേക്കാൾ ഏകദേശം 20 മടങ്ങിൽ കൂടുതൽ മാസുള്ള നക്ഷത്രങ്ങളിൽ ന്യൂട്രോൺ സ്റ്റാറിൻ്റെ കേസ് പോലെയല്ല കാര്യങ്ങൾ. ഇവിടെ ന്യൂട്രോൺ ഡീജനറസി പ്രഷറിനും ഗ്രാവിറ്റിയുടെ ഞെരിച്ചമർത്തലിനെ തടയാൻ കഴിയാതെ വരുന്നു. അതിഭീകരമായി ഗ്രാവിറ്റി എല്ലാ ആറ്റമിക് കണികകളെയും ഞെരിച്ചു തകർത്ത് കോറിൻ്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. സിംഗുലാരിറ്റി എന്നാണ് ആ പോയിന്റിൻ്റെ പേര്. സിംഗുലാരിറ്റി ബ്ലാക്ക് ഹോളിൻ്റെ കേന്ദ്രഭാഗമാണ്. വലിപ്പം ഒട്ടുമില്ലാത്ത ഒരു പോയിന്റാണ് സിംഗുലാരിറ്റി. ആ ഭീമാകാരമായ നക്ഷത്രത്തിൻ്റെ മാസിനെ മുഴുവൻ ഗ്രാവിറ്റി സിംഗുലാരിറ്റിയിലേക്ക് അടുപ്പിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു നക്ഷത്രത്തിൻ്റെ മുഴുവൻ മാസിനെയും വലിപ്പമില്ലാത്ത ഒരു പോയിന്റിലേക്ക് ഗ്രാവിറ്റി കൊണ്ടുവരുന്നു. സിംഗുലാരിറ്റിയിൽ ഇപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഫിസിക്സിൻ്റെ നിയമങ്ങൾ ഒക്കെ തെറ്റി വഴിമാറുന്നു. സിംഗുലാരിറ്റിയിൽ എന്താണ് നടക്കുന്നതെന്ന് ഫിസിക്സിന് ഈ കാലഘട്ടത്തിൽ വിശദീകരിക്കാൻ കഴിയുന്നില്ല. ഇൻഫിനിറ്റ് സ്പേസ് ടൈം കർവച്ചറാണ് ബ്ലാക്ക് ഹോളുകളുടെ വേറൊരു പ്രത്യേകത. അതായത് ബ്ലാക്ക് ഹോളുകൾ സ്പേസിനെയും സമയത്തെയും അനന്തമായി വളയ്ക്കുന്നു. സമയം ഇവിടെ അനന്തമായി നിൽക്കുന്നു. നമ്മൾ ഇവിടെ കാണുന്ന സ്പേസിൻ്റെയും ടൈമിൻ്റെയും രീതികൾ പരസ്പരം മാറുന്നു. ഇവിടെയാണ് ഗ്രാവിറ്റി അന്തിമ വിജയം നേടുന്നത്. നമുക്ക് ന്യൂട്രോൺ സ്റ്റാറുകളെക്കുറിച്ചും ബ്ലാക്ക് ഹോളുകളെക്കുറിച്ചും വിശദമായി വേറെ വീഡിയോകളിൽ നോക്കാം. നമ്മൾ ഇന്ന് സംസാരിച്ച സൂപ്പർനോവ എക്സ്പ്ലോഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറൊരു ഫിസിക്സ് ടോപ്പിക്കുമായി വീണ്ടും വരാം. ബൈ.